നിങ്ങൾ വിശ്വസിക്കുന്ന മതം അതെത്ര ഗ്രേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഈ മതത്തിനെ മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി ആയി കാണുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വില്ലേജിലേക്ക് നിങ്ങൾ ചെല്ലുക. അവിടെ എല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി റിലീജിയൻ ആയിരിക്കണം, അതായത് മതം. ബാക്കിയൊക്കെ സെക്കൻഡറി ആയിരിക്കണം. ഈ റിലീജിയനിൽ വിശ്വസിക്കുന്ന പീപ്പിൾ എങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. എനിക്കറിയാവുന്ന റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് പ്രാർത്ഥിക്കണം. ഇവരുടെ വീട്ടിലൊക്കെ പുരുഷന്മാർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പൊ പുരുഷന്മാർ വീട്ടില് ചെയറിലിരുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചോ, അപ്പൊ ഈ സ്ത്രീകൾ ഇവരെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഇവര് നിലത്തിരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പുരുഷന്മാർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവരത് കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീകൾ ഫുഡ് കഴിക്കൂ. മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ അവർ ഹസ്ബൻഡിന്റെ കൂടെ കിടക്കില്ല. അവർ വീട്ടിന്റെ അകത്തേക്കേ വരാൻ പാടില്ല. ഈ വീട്ടിന്റെ പുറത്ത് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിലാണ് അവർ താമസിക്കുക. ഇനി വീട്ടിന്റെ അപ്പുറം ചെറിയ ഷെഡ് ഇല്ലെങ്കിലും ഇവര് വീട്ടിന്റെ അകത്തേക്ക് വരാൻ പാടില്ല. വീടിന്റെ ഈ തിണ്ണയില്ലേ, അവിടെ ആയിരിക്കും ഇവര് കിടന്നുറങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ. ഭൂമിയിൽ എന്തൊക്കെയാണോ ചീത്ത കാര്യങ്ങളുള്ള അതിലൊന്നാണ് സ്ത്രീ. ഇപ്പൊ നമ്മൾ ഭൂമിയിലുള്ള സമയത്ത് നമ്മൾ മദ്യപിക്കാൻ പാടില്ല, അതേപോലെ അധികം സ്ത്രീകളുമായിട്ട് ഇടപെടാൻ പാടില്ല. പക്ഷെ നമ്മൾ സ്വർഗത്തിൽ ചെന്നാലോ, അവിടെ നമുക്ക് മദ്യം കൊണ്ടുള്ള പുഴ ഉണ്ടാവും. പിന്നെ ഒരാണിന് തന്നെ 10-20 പെണ്ണുങ്ങളുണ്ടാവും ആ ആണുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഈ മതപരമായ കാര്യങ്ങളിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പുരുഷന്മാർക്കായിരിക്കും. ഈ റിലീജിയനിൽ പറയുന്ന എല്ലാ നിയമങ്ങളും പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സ്ത്രീകൾ ഇതിൽ വെറും ഒരു സബ് മാത്രമാണ്.